Human beings are the creatures with imagination, and we cannot measure the power of our imagination. Here we are discussing such a topic, The Handsomest Drowned Man in the World by Gabriel Garcia Marquez. It is a short story written by the famous Latin American writer Gabriel Garcia Marquez. He is known for his magic realism. മാജിക് റിയലിസം എന്ന ടെക്നിക്കിലൂടെ പ്രശസ്തനായ വ്യക്തിയാണ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്. അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, അതായത് മാജിക് റിയലിസം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായിട്ട് നമുക്ക് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ ഇമാജിനേഷൻ ആണോ എന്ന് വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു കഥാതന്തുവിനെ കൊണ്ടുപോകുന്ന ആ ഒരു ടെക്നിക്കാണ് മാജിക് റിയലിസം. അദ്ദേഹത്തിന് ലാറ്റിൻ അമേരിക്കൻ റൈറ്ററാണ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ് ദ ഹാൻഡ്സമസ്റ്റ് ഡ്രൗൺഡ് മാൻ ഇൻ ദ വേൾഡ്. ആൻഡ് ഇറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി സെൻറ്റേഡ് അറൗണ്ട് ദ റിയാക്ഷൻ ഓഫ് ദ വില്ലേജേഴ്സ് ടു ദി ബോഡി ഓഫ് എ ഡ്രൗൺഡ് മാൻ ഹൂം ദേ നെയിംഡ് എസ്റ്റബാൻ. ഇവിടെ ഒരു മനുഷ്യൻ, അദ്ദേഹം മുങ്ങി മരിച്ചതാണ്. മുങ്ങി മരിച്ച വളരെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള, നല്ല നീളമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, നല്ല നീളമുണ്ട്, നല്ല തടിയുണ്ട്, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ബോഡി അവർക്ക് കിട്ടുന്നു. അങ്ങനെ ആ ഒരു മനുഷ്യൻ്റെ ബോഡി കരയ്ക്ക് അടുക്കുന്ന സമയത്ത് അവർ ആ ബോഡിയെ എസ്റ്റബാൻ എന്ന് വിളിക്കുന്നു. എസ്റ്റബാൻ എന്ന കഥാപാത്രം മിത്തോളജിക്കൽ ക്യാരക്ടറാണ്. അതായത് മിത്തോളജിക്കൽ ക്യാരക്ടർ മീൻസ് അതിന് പല പല ഇൻ്റർപ്രിട്ടേഷൻസും നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്ന് ബൈബിളിലെ കഥാപാത്രമാണ്, അതായത് he is the first Christian who was stoned to death by the Jews. യഹൂദന്മാർ കല്ലെറിഞ്ഞു കൊന്ന ക്രിസ്ത്യൻ, ആദ്യത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷിയാണ് എസ്റ്റബാൻ. മറ്റൊന്ന്, എസ്റ്റബാൻ is the name of the first African who is known as the first civilized when he came to America. പറയപ്പെടുന്നതാണ്, അതായത് അമേരിക്കയിലേക്ക് എത്തിപ്പെടുകയും അവിടെ നിന്നും സിവിലൈസ്ഡ് ആയി മാറിയ ആദ്യത്തെ ആഫ്രിക്കക്കാരനാണ് എസ്റ്റബാൻ എന്ന് പറയപ്പെടുന്നു. അതായത് നേറ്റീവാണ്, ആഫ്രിക്കൻ നേറ്റീവായ അദ്ദേഹം അമേരിക്കയിലേക്ക് വരികയും അവിടെ നിന്നും വിദ്യാഭ്യാസമൊക്കെ നേടിയെടുക്കുകയും ചെയ്ത വ്യക്തി എന്ന് അറിയപ്പെടുന്ന ഒരു ആളാണ് എസ്റ്റബാൻ. അപ്പോൾ ഇവിടെ എസ്റ്റബാൻ എന്ന് അവർ ഈ മനുഷ്യനെ വിളിക്കുന്നു. ഈ ഒരു കഥാപാത്രം, ഈ ഒരു ഡെഡ് ബോഡിയെ അവർ വില്ലേജേഴ്സ് അങ്ങനെ വിളിക്കുന്നു. ആൻഡ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാൻ കാരണം ഹിസ് സ്ട്രക്ചർ, ഹിസ് ബോഡി സ്ട്രക്ചർ, അതായത് നമ്മൾ പറഞ്ഞു ഹി ഇസ് എ പേഴ്സൺ ഹാവിങ് ഹൈറ്റ് ആൻഡ് വെയ്റ്റ്, അതായത് മോർ ദാൻ ഹൈറ്റ് വെയ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു നോർമൽ സൈസിൽ നിന്നും കൂടുതലുള്ള ഹൈറ്റും വെയ്റ്റും ഉള്ള വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ദ വില്ലേജേഴ്സ് ആർ ടൈനി പീപ്പിൾ, വില്ലേജേഴ്സ് ചെറിയ ആളുകളാണ്. അവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലിപ്പമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആ ഒരു മനുഷ്യനോട് അവർക്ക് സ്നേഹം തോന്നുകയും ആ സ്നേഹത്തിലൂടെ their concept totally changed. അവരുടെ ആ ഒരു വീക്ഷണം തന്നെ മൊത്തത്തിൽ മാറുന്നു. അതായത് അവരുടെ വീട് ചെറിയ വീട് ആയിരുന്നത് പിന്നീട് ആ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് വലിപ്പം ഉണ്ടാക്കുന്നു, വീടിൻ്റെ വാതിലുകൾക്ക് വലിപ്പം ഉണ്ടാക്കുന്നു, അതേപോലെ തന്നെ വീടിന് തന്നെ വലിപ്പം ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, അവർ കൊണ്ടുവരുന്നു. അത് പിന്നീട് കഥയിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാം. അതേപോലെ ഇൻ ദിസ് സ്റ്റോറി വി ക്യാൻ സീ ദ തീംസ് ഓഫ് ബ്യൂട്ടി, മെമ്മറി ആൻഡ് ദ പവർ ഓഫ് ഇമാജിനേഷൻ. ഇതിൽ മെയിനായിട്ട് കാണുന്ന തീംസ് ബ്യൂട്ടി, മെമ്മറി, അതേപോലെ പവർ ഓഫ് ഇമാജിനേഷൻ. നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് പോവാം. എ ലാർജ് ഡ്രൗൺഡ് ബോഡി ഓഫ് എ മാൻ റീച്ച്ഡ് ബീയിങ് വാഷ്ഡ് അപ്പോൺ ദ ബീച്ച്. ഒരു വലിയ മനുഷ്യൻ്റെ ശരീരം, അതായത് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു മനുഷ്യൻ്റെ ഡെഡ് ബോഡി ബീച്ചിൽ എത്തുന്നു, കരക്കടിയുന്നു. ആൻഡ് ദ ബോഡി ഈസ് കവേർഡ് വിത്ത് മെനി ഐറ്റംസ് ഫ്രം ദ സീ. കടലിലുള്ള പല അഴുക്കുകളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാണാം, അതായത് ചെളിയുണ്ടാവും, അതേപോലെ തന്നെ കടലിലെ ചെടികൾ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ കാണുന്നു. ആൻഡ് ദ പീപ്പിൾ ക്യാരിഡ് ദ ബോഡി ടു ദ നിയറസ്റ്റ് ഹൗസ് ഇൻ ദ വില്ലേജ്. ആ മൃതശരീരം അവിടെയുള്ള ആളുകൾ ആ തീരത്തോട് ചേർന്ന ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് ഇറ്റ് ഹാസ് എക്സ്ട്രീം ഹൈറ്റ് ആൻഡ് വെയ്റ്റ്. ആ ശരീരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസാധാരണമായ വലിപ്പവും അതേപോലെ തന്നെ ഭാരവുമുണ്ട്. ആൻഡ് ദേ തിങ്ക് ദാറ്റ് ദ ബോഡി ഹാസ് അബ്സോർബ്ഡ് വാട്ടർ
and it caused height and weight. But soon they realized that it is a stranger, as there is no one missing in the village. ആദ്യം അവർ വിചാരിക്കുന്നത് വെള്ളത്തിൽ കടന്നത് കൊണ്ട് ആ ബോഡിക്ക് ആ വെള്ളത്തിൻ്റെ ആ ഒരു ചീർപ്പുള്ളതാണ്, അതായത് ഹൈറ്റും വെയിറ്റും ഒക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നത് കൊണ്ട് ആ ശരീരം വെള്ളം അബ്സോർബ് ചെയ്തിട്ട് വന്ന ആ ഹൈറ്റും വെയിറ്റും ആണെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ പിന്നീട് അവർ മനസ്സിലാവുന്നു ഇതൊരു അപരിചിതനാണ്. കാരണം അവരുടെ ഗ്രാമത്തിൽ നിന്നും അങ്ങനെ ഒരു മനുഷ്യനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു വ്യക്തി കാണാതായിട്ടില്ല. അതുകൊണ്ട് അവർ വിചാരിക്കുന്നത് അതൊരു അപരിചിതനാണ് എന്ന് ചിന്തിക്കുന്നു. ദ വില്ലേജ് മാൻ ട്രാവൽ ടു ദ നെക്സ്റ്റ് വില്ലേജ് ടു ഫൈൻഡ് ഇഫ് എനിവൺ ഈസ് മിസ്സിംഗ് ദെയർ. തങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ആരും മിസ്സിംഗ് അല്ല എന്ന് മനസ്സിലാക്കുന്ന ആ ഗ്രാമവാസികൾ അവിടുത്തെ പുരുഷന്മാർ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നു, തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പോയി അവിടെ ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് പോകുന്നു. ആൻഡ് ദ വില്ലേജ് വിമൻ ടെൻഡ് ദ ബോഡി ബൈ റിമൂവിങ് മഡ് ആൻഡ് ദ സീ പ്ലാന്റ്സ് ദാറ്റ് ക്ലിങ് ടു ദ ബോഡി. ആ ഗ്രാമത്തിലെ പുരുഷന്മാർ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള സ്ത്രീകൾ ആ ശരീരത്തിൽ പറ്റിപ്പിടിച്ച അഴുക്കുകളും ചളിയും അതേപോലെ തന്നെ സീ പ്ലാന്റ്സ് കടൽ സസ്യങ്ങളൊക്കെ ആ ബോഡിയിൽ നിന്നും മാറ്റുന്നു. They notice that he is extraordinarily handsome and the best built and the most virile they have ever seen. താങ്കൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അസാധാരണമായ സൗന്ദര്യവും ശക്തിയും അതേപോലെ തന്നെ ആ ഒരു സ്ട്രക്ചറും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അത് എന്നവർക്ക് മനസ്സിലാകുന്നു. And the woman began to make clothes for him, as no dress for him in the village fit for him. അവർക്ക് ആ സ്ത്രീകൾ അയാൾക്ക് വേണ്ടി ഡ്രസ്സ് ഉണ്ടാക്കുന്നു. കാരണം അത്രയ്ക്ക് ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അയാൾക്ക് വേറെ ഡ്രസ്സൊന്നും പാകമാകില്ല. അതുകൊണ്ട് അവർ പ്രത്യേകമായിട്ടുള്ള ഡ്രസ്സ് അയാൾക്ക് വേണ്ടി തുന്നുന്നു. They began to imagine of his life and personality. ഇനി അവർ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അയാൾ ജീവിച്ചിരുന്ന സമയത്ത് അയാളുടെ ലൈഫ് എങ്ങനെയാണെന്ന് അതെങ്ങനെയായിരുന്നു എന്നവർ സങ്കല്പിക്കുന്നു. At first they imagined that he was a magnificent man having a marvelous house. ആദ്യമായിട്ട് അവർ വിചാരിക്കുന്നത് അയാൾ ഒരു ഭയങ്കര ശ്രേഷ്ഠനായ മനുഷ്യനാണ്, വലിയ വീടൊക്കെ ഉള്ള ഒരു വലിയ മനുഷ്യൻ. And he may have incredible feats, having he called fish out of water and planting flowers on cliffs. അദ്ദേഹം വളരെ നല്ല സദ്യയൊക്കെ ഉള്ള മനുഷ്യനാണ്, അതായത് വലിയ വീടും വലിയ കാറും അങ്ങനെയുള്ള വലിയ ആഡംബരപൂർണമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി. അതേപോലെ തന്നെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ട്. അതേപോലെ കടലിൽ നിന്നും മീനിനെ കരയ്ക്ക് വിളിച്ച് കയറ്റുന്ന അത്രത്തോളം പവറുള്ള മനുഷ്യനാണ്. അതേപോലെ തന്നെ കുന്നിൻ ചെരുവുകളിൽ അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങളിൽ പോലും പൂക്കൾ വിരിയിക്കാൻ കരുത്തുള്ള ഒരു മനുഷ്യനാണ്. അത്രത്തോളം ശ്രേഷ്ഠനാണ് അയാളെന്നവർ സങ്കല്പിക്കുന്നു. They began to compare him with their husbands and consider the man as great. അങ്ങനെ ശ്രേഷ്ഠനായ ആ മനുഷ്യനെ അവരുടെ ഭർത്താക്കന്മാരോട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് തൻ്റെ ഭർത്താക്കന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് അയാളെന്നവർ സങ്കല്പിക്കാൻ തുടങ്ങി. And an elderly woman commented that the man has the face of Esteban. ഈ സമയത്ത് ഒരു പ്രായം ചെന്ന സ്ത്രീ പറയുന്നു, ഈ മനുഷ്യന്റെ മുഖത്ത് അല്ലെങ്കിൽ മുഖത്തിന് നമ്മുടെ എസ്തപ്പാന്റെ മുഖവുമായിട്ടുള്ള ഛായയുണ്ടോ, അയാളെ പോലെ തോന്നുന്നില്ലേ എന്ന് പറയുന്നു. And though they disagree in the beginning, they accept it later. ആദ്യം അവർ സമ്മതിക്കുന്നില്ല, അതായത് ആ സ്ത്രീ പറഞ്ഞത് എസ്തപ്പാന്റെ മുഖവുമായിട്ട് സാമ്യമുണ്ടെന്ന് പറയുന്നതിനോട് അവർ യോജിക്കുന്നില്ല. പക്ഷെ പിന്നീട് കുറച്ചുകൂടി അയാളെ നോക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു സാമ്യം തോന്നുന്നു. And they feel pity for him as his body troubled him in his life and it also troubled him in his death. ആ എസ്തപ്പാൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച വ്യക്തിയാണ്. കാരണം ശരീരത്തിന്റെ വലിപ്പം കൊണ്ട് ഒരുപാട് പരിഹാസമേറ്റ വ്യക്തിയാണ്. അതേ പരിഹാസം തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിലും അദ്ദേഹത്തിന് ഉണ്ട് എന്നതിൽ അവർക്ക് സങ്കടം തോന്നുന്നു. ഇവിടെ എസ്തപ്പാൻ എന്ന കഥാപാത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ക്രിസ്ത്യാനിറ്റിയിൽ, അതായത് ഹീസ് ദ ഫസ്റ്റ് ക്രിസ്ത്യൻ ഹു വാസ് സ്റ്റോൺഡ് ടു ഡെത്ത് ബൈ ദ ജൂസ്. ജൂതന്മാർ കല്ലെറിഞ്ഞു കൊന്ന ആദ്യത്തെ ക്രിസ്ത്യാനിയാണ് എസ്തപ്പാൻ. അതേപോലെ തന്നെ ഹീസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ
to be called as the civilized person who came to America. അമേരിക്കയിലേക്ക് എത്തപ്പെട്ട് അവിടുന്ന് വിദ്യാഭ്യാസം കിട്ടിയ അങ്ങനെ സിവിലൈസ്ഡ് ആയ ഒരു ആഫ്രിക്കക്കാരൻ, ആദ്യത്തെ ആഫ്രിക്കക്കാരനാണ് എസ്തപ്പാൻ എന്നും പറയപ്പെടുന്നു. അങ്ങനെ ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അദ്ദേഹത്തിന് വളരെ ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു ബോഡി ആയിരുന്നു, ശരീരമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ശരീരം കാരണം അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് മരിച്ച സമയത്തും ഉണ്ടായിരുന്നത്. ഹൗസസ് were too small and so people ridiculed him when he leaves the house. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വലിപ്പം കാരണം അദ്ദേഹത്തിന് വീടിനുള്ളിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം വീടുകൾ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ വീട് വിട്ടു പോകുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ എസ്തപ്പാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ. അതേ പ്രശ്നം തന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷം ഉണ്ടായി. കാരണം ആ വീട്ടിലേക്ക്, ആ ഡെഡ് ബോഡി കൊണ്ടുവന്ന വീട്ടിലേക്ക് കടത്തി വെക്കാൻ കഴിയാത്ത അവസ്ഥയാണ്, കടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. അത്രത്തോളം ഹൈറ്റും വെയിറ്റും ആ ബോഡിക്കുണ്ട്. സോ ദേ പുട്ട് എ ഹാൻഡ്കർച്ചീഫ് ഓവർ ഹിസ് ഫേസ്. അങ്ങനെയുള്ള ഈ എസ്തപ്പാനെ കാണാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് ആ ഒരു അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ട് അയാളുടെ മരണത്തിലും അവർക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു കർച്ചീഫ് അദ്ദേഹത്തിന്റെ മുഖത്തിട്ട് അദ്ദേഹത്തിന്റെ മുഖം മറച്ചു കളയുന്നു. And the man went to the neighboring village, returned with the news that he doesn't belong to the village. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അവിടെയുള്ള ഗ്രാമവാസികളായ പുരുഷന്മാര് തൊട്ടടുത്ത വില്ലേജില് ഇങ്ങനെ ഒരു മനുഷ്യനെ കാണാതായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചെത്തുന്നത് അങ്ങനെ ആരും ആ വില്ലേജിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല അല്ലെങ്കിൽ കാണാതായിട്ടില്ല എന്ന വാർത്തയുമായിട്ടാണ്. And women feel happy of being him as their own. ഈ ഒരു ന്യൂസ് അറിഞ്ഞ ഉടനെ തന്നെ അവിടുത്തെ സ്ത്രീകൾ വളരെയധികം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന അവസ്ഥയിലെത്തുന്നു. കാരണം ഈ ഡെഡ് ബോഡി തങ്ങൾക്ക് തന്നെ കിട്ടും. കാരണം മറ്റൊരു അവകാശികളില്ല, മറ്റൊരു ഗ്രാമവാസികൾ ഇതിന് അവകാശം പറഞ്ഞെത്താത്തത് കൊണ്ട് തങ്ങളുടെ സ്വന്തമാണ് ഈ ഡെഡ് ബോഡി എന്ന് സ്ത്രീകൾ വിചാരിക്കുന്നു. ആൻഡ് men want to dispose the body as early as possible. ഈ സമയത്ത് പുരുഷന്മാർ വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ഒരു ഡെഡ് ബോഡി മറവ് ചെയ്യണമെന്നാണ്. പക്ഷേ സ്ത്രീകള് ഈ ബോഡി അവരുടെ ആ ഒരു സൗന്ദര്യവും ഗാംഭീര്യവും ആ സ്ട്രക്ചറും ഒക്കെ കണ്ടിട്ട് ആ ബോഡി അവരുടെ കുറെ നേരം കൂടി പിടിച്ചു വെക്കണം എന്നുള്ള അവസ്ഥയിലാണ് സ്ത്രീകളുള്ളത്. ആൻഡ് ദേ കൺസ്ട്രക്ട് എ മേക്ക് ഷിഫ്റ്റ് പ്ലാറ്റ്ഫോം ടു ടൈ ദ ആങ്കർ. അതിന് വേണ്ടിയിട്ട് ആ ഒരു നല്ല ഒരു അന്ത്യകർമ്മം കൊടുക്കേണ്ടിയിട്ട് ഒരു നല്ല ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു. അതായത് അദ്ദേഹത്തെ കടത്തേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഒരുക്കുന്നു. വുമൻ ഡിലേഡ് ദ ബറിയൽ ബൈ ഡെക്കറേറ്റിംഗ് ദ ബോഡി. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, പുരുഷന്മാർ എങ്ങനെയെങ്കിലും ഈ ഒരു അന്ത്യകർമ്മം വേഗം നടത്തിയിട്ട് അങ്ങ് പിരിഞ്ഞു പോകണം എന്നുള്ളതാണ് പുരുഷന്മാരുടെ ആഗ്രഹം. അതേസമയം സ്ത്രീകള് ആ ബോഡി പുഷ്പങ്ങളൊക്കെ കൊണ്ട് അലങ്കരിച്ച് വളരെ കുറെ നേരം തങ്ങളുടെ സ്വന്തം എന്ന രീതിയിലേക്കാണ് അവർ കണക്കാക്കുന്നത്. ആ ബോഡി കുറെ നേരം കൂടി അവിടെ പിടിച്ചു വെക്കുന്ന രീതിയിലാണ് സ്ത്രീകൾ പെരുമാറുന്നത്. അതിനെ ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെ സമയം വൈകിപ്പിക്കുന്നു. ആൻഡ് men began to get annoyed and soon a woman removed the handkerchief from the man's face. ഈ സമയത്ത് പുരുഷന്മാർക്ക് ദേഷ്യം ഉണ്ടാകുന്നു. കാരണം എത്രയും വേഗം അന്ത്യകർമ്മങ്ങൾ നടത്തി ഒഴിവാക്കാൻ നോക്കുന്ന സമയത്ത് ഈ സ്ത്രീകളുടെ ഈ പെരുമാറ്റം കാരണം പുരുഷന്മാർക്ക് ദേഷ്യം ഉണ്ടാകുന്നു. പെട്ടെന്നാണ് ഒരു സ്ത്രീ ആ ഡെഡ് ബോഡിയുടെ മുഖത്ത് വെച്ച ആ ഹാൻഡ്കർച്ചീഫ് എടുത്ത് മാറ്റുന്നത്. And they were shocked by the dead man's features and humility on his face and lose their mistrust. ആ മുഖത്തിൽ നിന്ന് ഹാൻഡ്കർച്ചീഫ് എടുത്ത് മാറ്റുന്ന ഉടനെ ആ മനുഷ്യന്റെ മുഖം കണ്ട ആ മാത്രയിൽ തന്നെ ആ പുരുഷന്മാർക്ക് അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യവും ആ ഒരു വിശ്വാസമില്ലായ്മയും ഒക്കെ നഷ്ടപ്പെടുന്നു. കാരണം അത്രത്തോളം സൗമ്യതയും ഗാംഭീര്യവും ഒക്കെ ആ മുഖത്ത് അവർക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഭയങ്കര നല്ല ഐശ്വര്യമുള്ള ഒരു മുഖമാണ് അവർക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ദ വില്ലേജേഴ്സ് മെയ്ഡ് എ ഗുഡ് ബറിയൽ ഫോർ ദ മാൻ. അങ്ങനെ ആ വില്ലേജേഴ്സ് ആ മനുഷ്യന് ഒരു നല്ല അന്ത്യകർമ്മം കൊടുക്കുന്നു. ആൻഡ് വുമൺ ബ്രോട്ട് ഫ്ലവേഴ്സ് ആൻഡ് സെലക്ടഡ് എ ഫാമിലി ആസ് ഹിസ് ഓൺ ആൻഡ് ഓൾ ദ വില്ലേജേഴ്സ് ആസ് ഹിസ് കിങ്. സ്ത്രീകള് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയിൽ ഒരുപാട് പുഷ്പങ്ങൾ വെച്ച് അലങ്കരിക്കുന്നു. അതേപോലെ തന്നെ ഒരു ഫാമിലിയെ സെലക്ട് ചെയ്യുന്നു. അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി എന്നുള്ള ഒരു ഫാമിലി സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ബാക്കിയുള്ള വില്ലേജേഴ്സ് എല്ലാവരും അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് എന്ന ആ രീതിയിൽ ഒരു അന്ത്യകർമ്മം അവർ കൊടുക്കുന്നു.
And when he was brought for the burial, they realized the desolate qualities of their village. അങ്ങനെ അന്ത്യകർമ്മത്തിനായി ആ ഒരു കർമ്മങ്ങളൊക്കെ ആ അന്ത്യകർമ്മത്തിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുന്ന സമയത്താണ് അവരുടെ ആ ഒരു ഗ്രാമത്തിന്റെ പരിതാപകരമായ അവസ്ഥ, ശോചനീയമായ അവസ്ഥ അവർ മനസ്സിലാക്കുന്നത്. And they decide to paint their walls with bright colors and make wider doors and taller ceilings for the houses in honor of the man. ഈ സമയത്ത് അവർ വിചാരിക്കുന്നത് തങ്ങളുടെ ഗ്രാമം അല്ലെങ്കിൽ തങ്ങളുടെ വീടുകൾ വളരെ മോശമാണ്, അതുകൊണ്ട് അവിടെ പുഷ്പങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ അവരുടെ ഭിത്തിയിലൊക്കെ വളരെ മനോഹരമായ നിറങ്ങൾ ഉപയോഗിച്ച് പെയിന്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ വാതിലുകൾ വലുതാക്കുന്നു, സീലിങ്ങിന് പൊക്കം കൂട്ടുന്നു. കാരണം ഈ ഒരു മനുഷ്യൻ, നമ്മൾ പറഞ്ഞു ഹൈറ്റും വെയിറ്റും ഉള്ള മനുഷ്യനാണ്, ഈ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പാകത്തിനാക്കി ആ വീട് പുതുക്കി പണിയണമെന്ന് അവർ തീരുമാനിക്കുന്നു. കാരണം അവർ വിശ്വസിക്കുന്നത് ഒരു പക്ഷേ ഈ മനുഷ്യൻ തിരിച്ചു വരാം, അല്ലെങ്കിൽ ആ ഒരു പുനർജന്മത്തിലൊക്കെ ഉള്ള വിശ്വാസമായിരിക്കാം അവരെ അങ്ങനെ ചിന്തിപ്പിച്ചത്. ആൻഡ് ദേ ഡിസൈഡഡ് ടു ഫിൽ ദെയർ ഗാർഡൻ വിത്ത് sweet smelling flowers and treat it as Esteban's village. They decided to fill their garden with sweet smelling flowers and treat the village as Esteban's village. അവർ ആ ഗ്രാമത്തെ മനോഹരമായ സൗരഭ്യമുള്ള പുഷ്പങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ തീരുമാനിക്കുന്നു. പൂക്കൾ നിറഞ്ഞ ആ ഗ്രാമത്തെ എസ്തപ്പാന്റെ ഗ്രാമം എന്ന് വിളിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ആ വഴി കപ്പലുകൾ പോകുന്ന സമയത്ത് ക്യാപ്റ്റൻ ആ ഗ്രാമത്തെ ചൂണ്ടിക്കാട്ടി ഇതായിരുന്നു എസ്തപ്പാന്റെ ഗ്രാമം എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. നമ്മൾ പറഞ്ഞു എസ്തപ്പാൻ എന്ന കഥാപാത്രം, ഹി ഈസ് ദ ഫസ്റ്റ് ക്രിസ്ത്യൻ മാർട്ടിയർ ഹു വാസ് സ്റ്റോൺഡ് ടു ഡെത്ത് ബൈ ദ ജ്യൂസ്. യഹൂദന്മാരാൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ട ആദ്യത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷിയാണ് എസ്തപ്പാൻ. ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട് അദ്ദേഹത്തിന്. നേരത്തെ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് അസാധാരണമായ ഹൈറ്റും വെയിറ്റും ഉള്ള വ്യക്തിയാണ്. ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പോയാൽ അദ്ദേഹത്തിന് ആ വീട്ടിനുള്ളിൽ കയറാൻ പറ്റാത്തത്ര വലിപ്പമുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ ഒരു ശരീര വലിപ്പത്തിൻ്റെ പേരിൽ അദ്ദേഹം ജീവിതത്തിലും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച വ്യക്തിയാണ്, ഒരുപാട് പരിഹാസമേറ്റ വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഹി ഈസ് ബിലീവ്ഡ് ടു ബി ദ ഫസ്റ്റ് ആഫ്രിക്കൻ ടു റീച്ച് ഇൻ അമേരിക്ക ആൻഡ് ഗെറ്റ് സിവിലൈസ്ഡ്. അമേരിക്കയിൽ എത്തി അവിടുന്ന് സംസ്കാരം ഉൾക്കൊണ്ട ആദ്യത്തെ ആഫ്രിക്കക്കാരനാണ് എസ്തപ്പാൻ എന്നും വിശ്വസിക്കപ്പെടുന്നു. These are the main points. Hope you enjoyed it. Thank you.